തമിഴിൽ കണ്ട് ഓടി വന്നവരായിരിക്കും പലരും. അത് കണ്ട പോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും മുടി റീഗ്രോത്ത് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ഇതിന് എന്താണ് ഒരു ശാശ്വത പരിഹാരം എന്ന് തേടി അറിയുന്നവരാണ് നമ്മളിൽ പലരും. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. മുടി കൊഴിയുന്നത് സർവ്വസാധാരണമാണ്. അവിടെ മുടി റീഗ്രോത്ത് ചെയ്യാത്തതാണ് എല്ലാവരുടെയും പ്രശ്നം. നിങ്ങളോട് മുടി കൊഴിയാം. മെയിനായിട്ട് നമുക്ക് ടെൻഷനാണ്. ടെൻഷൻ, അതുപോലെ താരൻ, പിന്നെ പാരമ്പര്യമായിട്ട് കഷണ്ടി, അങ്ങനെ പല രീതികളുണ്ട്. എന്നാലും ഒരു പരിധി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിയാതെ നമുക്ക് തന്നെ സംരക്ഷിക്കാനായിട്ട് പറ്റും. പറ്റി ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ പറയുന്നത് ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് മുടി ട്രാൻസ്പ്ലാന്റേഷനും കാര്യങ്ങളും അങ്ങനെ പല ടെക്നോളജീസും വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അഡ്വാൻസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു സാധാരണക്കാരന് വളരെ ചിലവേറിയതായതുകൊണ്ട് നമുക്കതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലാത്ത ഒരാൾക്കാണ് ഞാനീ പറയുന്നത്. ഒരു സാധാരണക്കാരന് എങ്ങനെ മുടി റീഗ്രോത്ത് ചെയ്തെടുക്കാം എന്നാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ഡെയിലി തല കഴുകരുത്. വീക്കിലി 2 3 പ്രാവശ്യം മാത്രം തല കഴുകുക. എന്നും തല കഴുകണം എന്നുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡെയിലി എണ്ണ തേച്ച ശേഷം മാത്രം തല കഴുകുക. കാരണം സ്കാൽപ്പ് ഒരിക്കലും ഡ്രൈ ആക്കി വെക്കരുത്. ഡ്രൈ ആക്കി വെച്ചാൽ താരൻ വളരാനും മുടി കൊഴിയാനും വളരെ സാധ്യത കൂടുതലാണ്. തല കഴുകുമ്പോൾ എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ മുടി ബലം കുറയുകയും മുടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി പരമാവധി തല കഴുകാതിരിക്കുക. വീക്കിലി 2 3 പ്രാവശ്യം മാത്രം തല കഴുകുക. അതും നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്ത് മാത്രം തല കഴുകുക. ഈ 2 3 പ്രാവശ്യം വീക്കിലി കഴുകുമ്പോൾ ഈ എണ്ണയുടെ കൂടെ വൈറ്റമിൻ ഇ ക്യാപ്സൂളും ചേർത്ത് ആഡ് ചെയ്ത് എന്ത് ചെയ്യുക, തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ച് മാത്രം നിങ്ങൾ തല കഴുകാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പ് ഒരിക്കലും ഡ്രൈ ആവാതിരിക്കുകയും മുടി ബലം കുറയാതിരിക്കുകയും ചെയ്യും. താരം ഒഴിവാക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞ് പറയുന്ന പ്രൊഡക്റ്റാണ് ഡെർമാ റോളർ. ഡെർമാ റോളർ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഡെർമാ റോളർ യൂസ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും മുടി റീഗ്രോത്ത് ആവുകയും ചെയ്യും. റോളർ എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ഉപയോഗം എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോസ് പലരും യൂട്യൂബിൽ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ കാണാത്തവരാണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഹൗ ടു യൂസ് ഡെർമാ റോളർ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെർമാ റോളറിൻ്റെ ഒപ്പം മെഡോക്സിൻ എന്ന പ്രൊഡക്റ്റും കൂടി യൂസ് ചെയ്യുക. മുടി ഉള്ളു കുറഞ്ഞു വരുന്നവരാണെങ്കിൽ മെഡോക്സിൻ വാങ്ങി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മെഡോക്സിൻ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് അല്ല മെഡോക്സിൻ. അപ്പോൾ മുടി ഉള്ളു കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുക. ഇത് വളരെ എഫക്റ്റീവായ ഒരു ഓയിലാണ്. നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2 3 മാസത്തിനുള്ളിൽ വലിയ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ റോസ്മേരി ഓയിൽ വാങ്ങാൻ സാധിക്കാത്തവരാണെങ്കിൽ റോസ്മേരി ലീവ്സ് വാങ്ങി യൂസ് ചെയ്യുക. മിതമായ മുടി കൊഴിച്ചിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ തന്നെ കണ്ട് കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റേതായ റിസൾട്ട് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.